ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിൻടെക് അഥവാ ഫിനാൻഷ്യൽ ടെക്നോളജിയുടെ സ്കോപ്പാണ്. ഏതൊക്കെ മേഖലകളിലാണ് ഫിനാൻഷ്യൽ ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ്ലി, ബാങ്കിങ് ആൻഡ് പേയ്മെൻറ്റ്സ്. മൊബൈൽ ബാങ്കിങ്ങിൻ്റെയും മൊബൈൽ പേയ്മെൻറ്റ്സിൻ്റെയും ഒക്കെ ഒരു കാലമാണിത്. ഫിൻടെക് ഹാസ് റെവല്യൂഷനൈസ്ഡ് everyday payments by introducing mobile wallets, UPI systems and secure payment gateways. Customers can open digital-only bank accounts without visiting branches. Small businesses and street vendors can now accept QR-based payments instantly. Cross-border remittance have become faster and cheaper through digital transfer platforms. നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിലോ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ക്യാഷ്, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ ഒക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ അത് പറ്റും. നമ്മൾ എവിടെയാണോ അവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പണ്ട് ഇതിനെല്ലാം നമുക്ക് ബാങ്കിലോട്ട് പോകണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ടെക്നോളജി വന്നതുവഴി ഇതെല്ലാം വിരൽത്തുമ്പിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഫിൻടെക്കിൻ്റെ സ്കോപ്പ്. നെക്സ്റ്റ് ആണ് ലെൻഡിങ് ആൻഡ് ക്രെഡിറ്റ്. ട്രഡീഷണൽ ബാങ്ക് ലോൺസ് ടേക്ക് ടൈം ആൻഡ് പേപ്പർ വർക്ക്, ബട്ട് ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റ് അപ്രൂവൽസ്. Peer-to-peer lending platforms connect borrowers directly with the lenders, reducing dependency on banks. Credit scoring models use alternative data to assess loan eligibility for people without formal credit history. Buy now, pay later services allow customers to purchase now and repay later digitally. ഓൺലൈനായിട്ട് തന്നെ ലോൺ എടുക്കാനും ലോൺ കൊടുക്കാനും നമുക്ക് ഇന്നത്തെ കാലത്ത് പറ്റും. പണ്ട് ബാങ്ക് എന്ന് പറഞ്ഞ മിഡിൽമാൻ ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിച്ച് ലോൺ എടുക്കാൻ പറ്റൂ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വലിയ പേപ്പർ വർക്കൊന്നും ഇല്ലാതെ തന്നെ, എസ്പെഷ്യലി ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ പേ ലേറ്റർ ഫെസിലിറ്റീസ് ആയിരിക്കും. അതായത് നമുക്ക് വലിയ ഡോക്യുമെൻറ്റേഷനൊന്നുമില്ല, നമുക്കിപ്പോൾ സാധനം വാങ്ങിച്ചിട്ട് പിന്നെ കാശ് കൊടുത്താൽ മതി. അതുപോലെ തന്നെയുള്ള ഒരുപാട് പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. ലോൺ കൊടുക്കാനായിട്ട് എക്സ്ട്രാ കാശുള്ളവന് ലോൺ എടുക്കേണ്ട ആവശ്യമുള്ളവനും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസാണ് ഇതെല്ലാം. സോ പണ്ടത്തെ പോലെയുള്ള ആ ഒരു റിഗറസ് പേപ്പർ വർക്കൊന്നും ഇല്ലാതെ തന്നെ ലെൻഡിങ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കുന്നതിന് ഫിൻടെക് ഒരുപാട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ്. പണ്ട് ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പേപ്പർ വർക്കും ഒരുപാട് ബ്രോക്കേഴ്സിൻ്റെ കൺസൾട്ടേഷനും ഒക്കെ വേണമായിരുന്നു. ആ ഒരു നീഡിൽ നിന്നാണ് ജിയോജിത് പോലുള്ള കമ്പനികൾ ഉയർന്നു വന്നത് തന്നെ. എന്നാൽ ഇന്ന് സറോദ ഗ്രോ പോലുള്ള ആപ്പുകളിലൂടെ ആർക്കും സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ റോബോ അഡ്വൈസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അവ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റിലും ഫിൻടെക്കിൻ്റെ വലിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഇൻഷുറൻസ്. പണ്ട് ഇൻഷുറൻസ് കമ്പനികളിൽ പോയി എടുക്കണമായിരുന്നു നമുക്ക്. ഇന്നെല്ലാം ഓൺലൈനായിട്ട് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസോ കാർ ഇൻഷുറൻസോ ട്രാവൽ ഇൻഷുറൻസോ ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഇത് വൺസ് എടുത്തു കഴിഞ്ഞാൽ പുതുക്കാനായിട്ടും നമുക്ക് അവിടെയൊന്നും പോകണ്ട, നമ്മുടെ കയ്യിൽ തന്നെ നമുക്കെല്ലാം കിട്ടും. അതുപോലെ തന്നെ ഓരോ ഇൻഷുറൻസ് പ്ലാനിൻ്റെയും റെലവൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ ഒക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആണ് റെഗുലേറ്ററി ടെക്നോളജി. റെഗുലേറ്ററി കംപ്ലയൻസ് ഉറപ്പുവരുത്താനും ഇന്ന് ബാങ്ക്സും പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു ടെക്നോളജിക്കൽ ഹെൽപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KYC നോ യുവർ കസ്റ്റമർ പോലെയുള്ള റെഗുലേറ്ററി റിക്വയർമെൻ്റ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനും ആരും ബാങ്കിലോട്ട് ചെല്ലണ്ട, ഓൺലൈനായിട്ട് തന്നെ വെരിഫൈ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള വെരിഫിക്കേഷനൊക്കെ വന്നതും ഫിൻടെക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയും ഒക്കെ നമ്മൾ പഠിക്കും. ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയുടെ ബേസ് എന്ന് പറയുന്നതും ഫിനാൻഷ്യൽ ടെക്നോളജി തന്നെയാണ്. സോ ഇത്രയാണ് ഫിനാൻഷ്യൽ ടെക്നോളജിയുടെ ബേസിക് ആപ്ലിക്കേഷൻസ് അഥവാ സ്കോപ്പ് വരുന്നത്. ഫസ്റ്റ് ബാങ്കിങ് ആൻഡ് പേയ്മെൻറ്റ്സ്, സെക്കൻഡ് ലെൻഡിങ് ആൻഡ് ക്രെഡിറ്റ്, തേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ്, ഫോർത്ത് ഇൻഷുറൻസ്, ഫിഫ്ത്ത് റെഗുലേറ്ററി ടെക്നോളജി, സിക്സ്ത് ബ്ലോക്ക് ചെയിൻ ആൻഡ് ക്രിപ്റ്റോ കറൻസീസ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.